സുഹൃത്തെ, ഞാൻ ഒരുപാട് നാളായി ഷോർട്സ് ഒക്കെ ഇട്ടിട്ട്. പക്ഷെ ഞാൻ ഇന്നലെ ഒരു റീല് കണ്ടു. ഇത് കണ്ടതിന് ശേഷം എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. മെസ്സി ക്യാപ്റ്റനായിട്ട് ഇന്റർ മിയാമിക്ക് വേണ്ടി ആദ്യത്തെ കളിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇന്റർ മിയാമി എന്ന ടീമിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. തുടർച്ചയായിട്ട് 7 കളികൾ തോറ്റൊരു ടീം, ലീഗ് ടേബിളിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ടീം. ആ ഒരു ടീമിന് ഒരു പുതുജീവൻ പോലെയായിരുന്നു മെസ്സി വന്നത്. പിന്നീട് കളിച്ച 7 കളികളും തുടർച്ചയായിട്ട് ജയിക്കുകയാണ്. ആ 7 കളികളിലും മെസ്സി ഗോൾ അടിക്കുകയാണ്. മെസ്സി ലീഗ്സ് കപ്പിൻ്റെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആകുന്നു. അതുമാത്രമല്ല ടോപ്പ് സ്കോററും ആവുകയാണ്. ഫൈനൽ ജയിച്ച ക്യാപ്റ്റനായ മെസ്സി കപ്പെടുക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോവുകയാണ്. അത് വേറെ ആരുമല്ലായിരുന്നു, ഇന്റർ മിയാമിയുടെ തന്നെ പഴയ ക്യാപ്റ്റനായ യെഡ്ലിൻ. എന്നിട്ട് തൻ്റെ ഹാൻഡ് ബാൻഡ് ഊരി കൊടുത്തിട്ട് പറയാം, നമുക്ക് വാ ഒരുമിച്ച് കപ്പ് പൊക്കാമെന്ന്. മെസ്സി നേടിയ കപ്പുകളോ നേട്ടങ്ങളോ ഒന്നുമല്ല അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്, ഈ കാരണങ്ങളൊക്കെയാണ്. സബ്സ്ക്രൈബ് സുഹൃത്തെ. ഞാൻ